അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 21 ഞായറാഴ്ച. കേരളത്തിലെ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെ മാത്രം ആക്രമിക്കുന്നുവെന്ന് AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി. ഒട്ടേറെ അഴിമതി ആരോപണങ്ങൾ വന്നിട്ടും ഇതുവരെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്തില്ല. BJPക്കൊപ്പം നിന്നാണ് പിണറായി തന്റെ സഹോദരനെ ആക്രമിക്കുന്നതെന്നും കോടികളുമായി പിടിയിലായ BJP നേതാവിനെതിരെയും നടപടിയില്ലെന്നും പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് പരിപാടിക്കിടെ പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കുമെന്ന് പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കി. ചാലക്കുടി, പത്തനംതിട്ട, തിരുവനന്തപുരം എന്നീ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ സംസാരിക്കുകയായിരുന്നു പ്രിയങ്ക. സംസ്ഥാനത്ത് ഇടതു തരംഗമാണെന്നും വടകര ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി KK ശൈലജയുടെ സ്വീകാര്യത ചോദ്യം ചെയ്യപ്പെടാനാകാത്ത വിധത്തിൽ ഉയർന്നെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശൈലജയുടെ സ്വീകാര്യത വർദ്ധിച്ചതോടെ എതിരാളികൾ തെറ്റായ മാർഗത്തിൽ നേരിടാൻ ശ്രമിച്ചെന്നും എന്നാൽ ഇതവരെ കൂടുതൽ ഒറ്റപ്പെടുത്തുകയാണുണ്ടായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മോർഫ് ചെയ്ത വീഡിയോ ഇറങ്ങിയെന്ന് പറഞ്ഞിട്ടില്ലെന്നും മുഖം വെട്ടിയൊട്ടിച്ചുള്ള പോസ്റ്റർ പ്രചരിക്കുന്നുവെന്നാണ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞതെന്നും KK ശൈലജ. വീഡിയോ നുണപ്രചരണങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷേ താനെന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് പോസ്റ്ററിനെ കുറിച്ചാണെന്ന് ശൈലജ പറഞ്ഞു. പല കുടുംബ ഗ്രൂപ്പുകളിലും ഇത്തരം പോസ്റ്ററുകൾ പ്രചരിക്കുന്നുണ്ടെന്നും ഇതിനെല്ലാം പിന്നിൽ ഒരു സംഘമുണ്ടെന്നും പോലീസ് അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നുണ്ടെന്നും ശൈലജ വ്യക്തമാക്കി. അശ്ലീല വീഡിയോയുടെ നിർമ്മാണം KK ശൈലജ നിഷേധിച്ച സ്ഥിതിക്ക് ഇത്രയും ദിവസം ആർക്കു നേരെയാണ് രൂക്ഷമായ വ്യക്തിഹത്യ ഉണ്ടായതെന്ന് CPM-ഉം സ്ഥാനാർത്ഥിയും തുറന്നു പറയണമെന്ന് ഷാഫി പറമ്പിൽ. വീഡിയോയുടെ പേര് പറഞ്ഞ് തനിക്കും കൂടെയുള്ളവർക്കുമെതിരെ ഇത്രയും ദിവസങ്ങൾ പോസ്റ്റിട്ടവരും നെടുങ്കൻ പ്രസ്താവനകൾ എഴുതിയവരും തിരുത്താൻ തയ്യാറാവുമോ എന്നും സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർ ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറാകുമോ എന്നും ഷാഫി പറമ്പിൽ ചോദിച്ചു. മോർഫിംഗ് വീഡിയോ വിവാദത്തിൽ വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജ നുണ പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ സഹതാപ തരംഗം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. 4 വോട്ടിന് വേണ്ടി KK ശൈലജ പച്ചക്കള്ളമാണ് പറയുന്നതെന്നും എങ്കിലും ടീച്ചർ എന്നേ തങ്ങൾ വിളിക്കൂവെന്നും രാഹുൽ പരിഹസിച്ചു. നിലവാരമില്ലാത്ത കോൺഗ്രസ് നേതാക്കൾ എഴുതി തരുന്നത് വായിക്കുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധി ആലോചിക്കണമായിരുന്നുവെന്ന് CPM നേതാവ് P ജയരാജൻ. അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് ലോക്കപ്പിലിട്ട് തല്ലിച്ചതച്ചപ്പോൾ അചഞ്ചലനായി നിന്ന പിണറായിയെയാണ് ജയിൽ കാട്ടി പേടിപ്പിക്കുന്നത്. സംഘപരിവാർ മനസ്സാണ് രാഹുൽ ഗാന്ധിയിൽ പ്രകടമാകുന്നതെന്നും ജയരാജൻ പറഞ്ഞു. CPM ഇലക്ട്രൽ ബോണ്ട് വാങ്ങി എന്ന് പറഞ്ഞ VD സതീശനെ അത് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നുവെന്നും സതീശൻ പെരുന്നുണയനാണെന്നും മന്ത്രി V ശിവൻകുട്ടി. BJPക്കൊപ്പം ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിന്റെ നേതാവാണ് സുപ്രീം കോടതിയിൽ ഇലക്ട്രൽ ബോണ്ടിനെതിരായി നിയമപോരാട്ടം നടത്തുകയും വിജയിക്കുകയും ചെയ്ത CPM ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയെന്ന് നുണ പറയുന്നതെന്നും ശിവൻകുട്ടി പറഞ്ഞു. മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന പരാതിയിന്മേൽ വടകര UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിനെ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് നോട്ടീസ് നൽകി. വടകര വഖഫ് ഭൂമിയിൽ ഈദ് വിത്ത് ഷാഫി എന്ന പേരിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തതിനെ സംബന്ധിച്ച് ലഭിച്ച പരാതിയെ തുടർന്നാണ് നടപടി. ഷാഫി പറമ്പിൽ പ്രഥമ ദൃഷ്ട്യ മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും 3 ദിവസത്തിനകം മറുപടി നൽകണമെന്നും നോട്ടീസിൽ പറയുന്നു. കോഴിക്കോട് പെരുവയലിൽ വീട്ടിലെ വോട്ടിന്റെ ഭാഗമായി ആളുമാറി വോട്ട് ചെയ്യിച്ച സംഭവത്തിൽ 4 പേർക്കെതിരെ മാവൂർ പോലീസ് കേസെടുത്തു. സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ, മൈക്രോ ഒബ്സർവർ, BLO എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇവരെ വരണാധികാരിയായ ജില്ലാ കളക്ടർ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. പെരുവയൽ 84 നമ്പർ ബൂത്തിൽ 91കാരി പായംപുറത്ത് ജാനകിയമ്മയുടെ വോട്ട് 80കാരിയായ കോടശ്ശേരി ജാനകിയമ്മ എന്നയാളുടെ പേരിൽ വീട്ടിലെത്തി മാറ്റി ചെയ്യിക്കുകയായിരുന്നു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. വോട്ടർ പട്ടികയിലെ ഇരട്ടിപ്പ് പോലുള്ള ആരോപണങ്ങളിൽ ആശങ്ക വേണ്ടെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. തെരഞ്ഞെടുപ്പിൽ ആൾമാറാട്ടം തടയുന്നതിനും സുതാര്യത ഉറപ്പുവരുത്താനും പോളിംഗ് ഉദ്യോഗസ്ഥർക്കായി ASD മോണിറ്റർ CEO കേരള എന്ന
ആപ്പ് NIC കേരളയുടെ സഹായത്തോടെ സംസ്ഥാനത്തിന് മാത്രമായി വികസിപ്പിച്ചിട്ടുണ്ടെന്നും ഈ ആപ്പ് വഴി ഒരു വോട്ടർ ഒന്നിലധികം വോട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ കഴിയുമെന്നും സഞ്ജയ് കൌൾ പറഞ്ഞു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പാണെന്ന് വ്യാജ പ്രചാരണം നടത്തിയതിന് സംസ്ഥാനത്ത് 12 കേസുകൾ രജിസ്റ്റർ ചെയ്തു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയെന്ന് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു. BJP സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും വിമർശിക്കുന്നതിന് പകരം രാജ്യം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന രാഹുൽ ഗാന്ധി എന്ന നേതാവിനെ നിരന്തരമായി അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണ് കേരള മുഖ്യമന്ത്രിയെന്ന് ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. രാജ്യം രക്ഷപ്പെടണം എന്ന ലക്ഷ്യത്തോടെ ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കാൻ രാജ്യം മുഴുവൻ യാത്ര നടത്തി ജനങ്ങളിലേക്ക് ഇറങ്ങിയ നേതാവിനെയാണ് അവഹേളിച്ച് സംസാരിക്കുന്നതെന്നും രമ്യ കുറ്റപ്പെടുത്തി. കോൺഗ്രസ് നേതാവും വയനാട് DCC ജനറൽ സെക്രട്ടറിയുമായ PM സുധാകരൻ BJPയിൽ ചേർന്നു. 5 വർഷക്കാലം ജനങ്ങളെ വഞ്ചിച്ച രാഹുലിനെ ഇനിയും അവസരം കൊടുത്താൽ വയനാട് നശിച്ചുപോകുമെന്ന് പറഞ്ഞ PM സുധാകരൻ അമേഠിയിൽ മത്സരിക്കില്ലെന്ന് വയനാട്ടുകാർക്ക് ഉറപ്പു നൽകാൻ രാഹുൽ തയ്യാറാണോ എന്നും ചോദിച്ചു. DCC ജനറൽ സെക്രട്ടറിയായ തനിക്ക് പോലും അപ്രാപ്യനായ ജനപ്രതിനിധിയാണ് രാഹുൽ ഗാന്ധി എന്നുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് സുധാകരന്റെ കൂടുമാറ്റം. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കും അഗ്നിരക്ഷാ സേനാ മേധാവി K പത്മകുമാറിനുമെതിരെ കേസ്. ക്രൈം പത്രാധിപർ നന്ദകുമാറിന്റെ പരാതിയിൽ മോഷണക്കുറ്റം ഉൾപ്പെടെ ചുമത്തിയാണ് ഇരുവർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത്. മെയ് 31 ഹാജരാകാൻ പ്രതികൾക്ക് കോടതി സമൻസ് അയച്ചു. സിനിമാ നിർമ്മാതാക്കളും PVR ഗ്രൂപ്പും തമ്മിലുള്ള തർക്കം പരിഹരിച്ചു. വെർച്വൽ ഫീയെ ചൊല്ലിയായിരുന്നു തർക്കം. ഇന്ത്യയിലെ മുഴുവൻ സ്ക്രീനുകളിലും മലയാള സിനിമകൾ പ്രദർശിപ്പിക്കാമെന്ന് ധാരണയിലെത്തി. ഏപ്രിൽ 11 റിലീസ് ചെയ്ത 3ലധികം മലയാള സിനിമകളുടെ PVRലെ ഷോകൾ മുടങ്ങിയിരുന്നു. സിനിമയുടെ പ്രൊജക്ഷൻ ചെയ്യുന്ന കണ്ടന്റ് മാസ്റ്ററിംഗ് യൂണിറ്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായുള്ള തർക്കം മൂലമായിരുന്നു PVR സ്ക്രീനുകളിൽ മലയാള ചിത്രങ്ങളുടെ പ്രദർശനം നിർത്തിവെച്ചത്. സംസ്ഥാനത്ത് കടുത്ത ചൂട് തുടരുന്നു. 10 ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. 24 തീയതി വരെ ഉയർന്ന താപനില ഉണ്ടാകും. എന്നാൽ ചിലയിടങ്ങളിൽ വേനൽമഴ തുടരും. ഉച്ചയ്ക്ക് ശേഷം മലയോര മേഖലകളിൽ ഇടിമിന്നലോടുകൂടിയ വേനൽമഴയ്ക്ക് സാധ്യത. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും അനുഭവപ്പെടും. കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ KK ഹർഷീനയ്ക്ക് അടുത്ത മാസം 5ാമത്തെ ശസ്ത്രക്രിയ. തുടർ ചികിത്സയിൽ സർക്കാർ ഇടപെടണമെന്നാണ് ഹർഷീനയുടെ ആവശ്യം. വയറിനുള്ളിൽ വീണ്ടും കൊഴുപ്പ് അടിഞ്ഞുകൂടി. ഇത് നീക്കം ചെയ്യാനാണ് ശസ്ത്രക്രിയ. വീടിന്റെ ജപ്തി നടപടിക്കിടെ നെടുങ്കണ്ടത്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വീട്ടമ്മ മരിച്ചു. ആശാരികണ്ടം സ്വദേശി ഷീബ ദിലീപാണ് മരിച്ചത്. ജപ്തി നടപടിക്കിടെ ഇവർ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ഇവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച 2 സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കും പൊള്ളലേറ്റു. കയ്യിലെ പണം വെറുതെ വെക്കേണ്ട. KSFയിൽ നിക്ഷേപിച്ച് 8.25% പലിശ നേടൂ. നേട്ടം നിക്ഷേപ പദ്ധതി. ഇതിനേക്കാൾ നേട്ടം മറ്റൊന്നില്ല. ചട്ടം ലംഘിച്ച് പോളിംഗ് സ്റ്റേഷനിൽ ആൾക്കൂട്ടത്തെ എത്തിച്ചെന്നാരോപിച്ച് തമിഴക വെട്രിക്കഴകം നേതാവും നടനുമായ വിജയ്ക്കെതിരെ ചെന്നൈയിൽ പരാതി. ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് ചെന്നൈ പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. തമിഴക വെട്രിക്കഴകം രൂപീകരിച്ച ശേഷം ആദ്യം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായി ഷൂട്ടിംഗ് തിരക്കുകൾക്കിടെയാണ് വിജയ് റഷ്യയിൽ നിന്നെത്തിയത്. വീട് മുതൽ പോളിംഗ് ബൂത്ത് വരെ ആരാധകരുടെയും പ്രവർത്തകരുടെയും അകമ്പടിയോടെയാണ് ബൂത്തിലേക്ക് അദ്ദേഹം എത്തിയത്. ലോക്സഭയിലേക്കുള്ള രാജ്യത്തെ 1ാം ഘട്ട പോളിംഗിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് രാഷ്ട്രീയ പാർട്ടികളിൽ ചർച്ചയാകുന്നു. ഉത്തരേന്ത്യയിലടക്കം തെരഞ്ഞെടുപ്പ് തരംഗമാകാത്തതിന്റെ ആശങ്കയിലാണ് BJP നേതൃത്വം. അമിത്ഷായുടെ നേതൃത്വത്തിൽ BJP നേതാക്കൾ യോഗം ചേർന്നു. തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ ചർച്ച ചെയ്യാനായിരുന്നു യോഗം ചേർന്നത്. ബംഗാളിൽ CPM തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് AI യുവതി. വാർത്താ അവതാരകയായ സമത എന്ന് പേരിട്ട AI സുന്ദരിയെയാണ് അവർ അവതരിപ്പിച്ചത്. ഫേസ്ബുക്കിലും യൂട്യൂബിലും BJPയുടെയും TMCയുടെയും ദുഷ്പ്രവർത്തികൾ ഉയർത്തിക്കാട്ടുകയാണ് സമതയുടെ ലക്ഷ്യമെന്ന് CPM പറഞ്ഞു. ദൂരദർശൻ ചാനലിന്റെ ലോഗോയുടെ നിറം മാറ്റിയ നടപടി ഞെട്ടിപ്പിക്കുന്നതും നിയമവിരുദ്ധവും അധാർമികവുമാണെന്നും ആ തീരുമാനം തിരുത്തണമെന്നും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ ദൂരദർശൻ ലോഗോയുടെ നിറം കാവിയാക്കി മാറ്റിയത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണ്. BJPക്ക് വേണ്ടി ദൂരദർശനെ മാറ്റിയിരിക്കുന്നുവെന്നും മമതാ ബാനർജി അഭിപ്രായപ്പെട്ടു. കർണാടകയിൽ 3 മുതിർന്ന നേതാക്കൾക്കെതിരെ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിന് കേസെടുത്തു. കോൺഗ്രസ് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, JDS നേതാവ് HD കുമാരസ്വാമി, BJP സംസ്ഥാന അധ്യക്ഷൻ BY വിജയേന്ദ്ര എന്നിവർക്കെതിരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുത്തത്. ഒഡീഷയിലെ മഹാനദിയിൽ ബോട്ട് അപകടത്തിൽ 7 മരണം. വെള്ളിയാഴ്ച
ജാർസുഗുഡ ജില്ലയിൽ 50ഓളം യാത്രക്കാരുമായി പോയ ബോട്ട് മറിയുകയായിരുന്നു. ഇന്നലെ രാവിലെ 6 മൃതദേഹങ്ങൾ കണ്ടെടുത്തുവെന്നും അധികൃതർ അറിയിച്ചു. NDAയിൽ ചേർന്നപ്പോൾ തനിക്ക് ക്ലീൻ ചിറ്റ് കിട്ടിയിട്ടില്ലെന്നും നേരത്തെയും അഴിമതിക്കാരനായിരുന്നില്ലെന്നും മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ. പ്രതിപക്ഷത്തിരുന്നപ്പോൾ താൻ അവർക്ക് അഴിമതിക്കാരനായിരുന്നില്ല എന്നും അദ്ദേഹം വിമർശിച്ചു. ടെസ്ല സ്ഥാപകൻ ഇലോൺ മസ്കിന്റെ ഇന്ത്യ സന്ദർശനം മാറ്റിവെച്ചു. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്ന ഇലോൺ മസ്ക് ചില തിരക്കുകൾ കാരണം സന്ദർശനം മാറ്റി എന്നാണ് അറിയിച്ചത്. ടെസ്ല സ്ഥാപകൻ ഇലോൺ മസ്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച മാറ്റിവെച്ചത് ഇന്ത്യയിലെ മാറ്റത്തിന്റെ സൂചന കണ്ടാണെന്ന് കോൺഗ്രസ് വക്താവ് ജയറാം രമേശ്. ഇലോൺ മസ്ക് വൈകാതെ ഇന്ത്യയിലെത്തുമെന്നും ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും ജയറാം രമേശ് പറഞ്ഞു. ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ സിംഗിനെതിരായ താരങ്ങളുടെ പോരാട്ടം നയിച്ച ഇന്ത്യൻ വനിതാ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടി. ഏഷ്യൻ യോഗ്യതാ ചാമ്പ്യൻഷിപ്പിലെ 50 കിലോ വിഭാഗത്തിൽ കസാക്കിസ്ഥാൻ താരത്തെ തോൽപ്പിച്ചാണ് വിനേഷിന്റെ മുന്നേറ്റം. 3 ഒളിമ്പിക്സുകൾക്ക് യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഗുസ്തി താരമാണ് വിനേഷ്. IPLൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 67 റൺസിന്റെ വമ്പൻ വിജയം. ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് 32 പന്തിൽ 89 റൺസ് എടുത്ത ട്രാവിസ് ഹെഡിന്റെയും 12 പന്തിൽ 46 റൺസ് എടുത്ത അഭിഷേക് ശർമ്മയുടെയും 29 പന്തിൽ 59 റൺസ് എടുത്ത ഷഹബാസ് അഹമ്മദിന്റെയും കരുത്തിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 266 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ 18 പന്തിൽ 65 റൺസ് എടുത്ത ജേക്ക് ഫ്രേസർ മക്ഗൂർ തുടക്കത്തിൽ പ്രതീക്ഷ നൽകിയെങ്കിലും 19.1 ഓവറിൽ 199 റൺസ് എടുക്കാനേ ഡൽഹിക്ക് സാധിച്ചുള്ളൂ. ഇതോടുകൂടി ഡെയിലി ന്യൂസിൽ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.